Hi friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ക്രീമി ഗുലാബ് ജാമുന്റെ റെസിപ്പിയാണ്. സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുന്റെ അതേ മെത്തേഡ് തന്നെ വ്യത്യസ്തമായിട്ട് ഒരു ഐറ്റമാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതിലേക്കായിട്ട് 1 കപ്പ് മിൽക്ക് പൗഡറാണ് എടുക്കേണ്ടത്. ഫുൾ ക്രീം മിൽക്ക് പൗഡറാണ് വേണ്ടത്. ഫുൾ ക്രീം മിൽക്ക് പൗഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഗുലാബ് ജാമുൻ നല്ല സ്ട്രക്ചറിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടേബിൾ സ്പൂൺ റവയും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇതേ എമൗണ്ടിൽ തന്നെ ചേർക്കാം. ഇനി ഈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് സ്ട്രക്ചർ ആവുന്നത് വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. 3 മിനിറ്റ് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചർ പാലാണ് ചേർക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലൊന്നും ഇതിലേക്ക് ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. 1/4 കപ്പ് പാൽ ഇതിലേക്ക് ചേർക്കാം. പാലൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത്. നല്ല സ്മൂത്ത് സ്ട്രക്ചർ ആവുന്നത് വരെ നമുക്ക് കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ചേർത്തിരിക്കുന്ന റവയും മറ്റ് ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഇതിൽ മിക്സ് ആവുന്നത് വരെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ റവ എടുക്കുമ്പോൾ വലിപ്പമുള്ള റവയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടിക്കരുത്. നേരത്തെ തരിയോടുകൂടി റവയാണ് ഇതിലേക്ക് ആവശ്യം. അപ്പം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒന്നുകൂടെ ഇത് തിക്കായിട്ട് വരും. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് അതിലേക്ക് 1.5 കപ്പ് ഷുഗർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇങ്ങനെ തിളച്ച് വരുന്ന ഈ സമയത്ത് ചില പഞ്ചസാര നല്ല അഴുക്കുള്ള പഞ്ചസാരയായിരിക്കും. അപ്പോൾ ഇതിൽ കറുത്ത കളറിൽ ഇങ്ങനെ പാട പോലെ വരും. ആ സമയത്ത് നമുക്ക് അത് അഴുക്ക് നീക്കാനായിട്ട് അല്പം പാല് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ ഇതിലുള്ള അഴുക്കൊക്കെ ഒരു ഭാഗത്തോട്ടായിട്ട് മാറി നിൽക്കും. അപ്പോൾ നമുക്ക് ആ അഴുക്ക് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ നല്ല ഫ്രഷ് പഞ്ചസാര ആയതുകൊണ്ട് അങ്ങനെയുള്ള അഴുക്കൊന്നുമില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ ഞാനിവിടെ ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഷുഗർ സിറപ്പ് കുക്ക് ചെയ്തെടുക്കണം. നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് ഇതുപോലെ സ്റ്റിക്കി ആവുന്ന ടൈമിൽ നമുക്കിത് ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ടൈപ്പിലാവില്ല. ഇതുപോലെ നല്ല സിറപ്പായിട്ട് തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർത്തത്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കൈവെള്ളയിലൊന്ന് അല്പം ഓയിൽ തടവി കൊടുക്കാം. അതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു പാർട്ട് എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഓയിൽ തടവി കൊടുത്താൽ നമുക്ക് നല്ല ഷേപ്പിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഫിംഗേഴ്സിൽ പിടിക്കാതിരിക്കാൻ ഞാൻ അല്പം ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ഇതും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇതിനേക്കാളും വലിപ്പം വയ്ക്കും കേട്ടോ. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ടും പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ സമയത്ത് ഇതിനേക്കാൾ അല്പം കൂടി വലിപ്പം ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഷേപ്പാക്കി എടുത്തു. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഓയിൽ ചൂടാക്കിയെടുത്തത്. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഹീറ്റിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്.
ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്നതുകൊണ്ട് ഇടയ്ക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. പാൽപ്പൊടി ചേർത്തുകൊണ്ട് പെട്ടെന്ന് കളർ ചേഞ്ച് ആകും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ. സാധാ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ്, പക്ഷെ ഇതിൽ നമ്മൾ ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ക്രീം ചേർത്ത് കഴിക്കും, നല്ല ടേസ്റ്റാണ്. കണ്ടോ, ആദ്യത്തെക്കാളും വലിപ്പം വെച്ചിട്ടുണ്ട്. ഗോൾഡ് കളറായി കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. എല്ലാ വശം ഒരേ കളറായിട്ട് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. സാധാരണ നമ്മൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് മറ്റു ജോലികളൊക്കെ ചെയ്യും, പക്ഷെ ഇതിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനടുത്ത് തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫെയിലായി പോവും. കളർ മാറി വരുന്നുണ്ട്. ഇത് കുക്കായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കണം. ഈ സമയം ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് കളർഫുള്ളായിരിക്കാനാണ് ഫുഡ് കളർ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. അതിലൂടെ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ഷുഗർ സിറപ്പിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബോയിൽ ചെയ്യാനായിട്ട്. ഈ സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തോട്ടും മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ച് ക്രീം സ്ട്രക്ചറിലാക്കി എടുക്കണം. പാല് തിളച്ചിരുന്ന സമയത്തൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇവിടെ തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വറ്റി വരുന്നവരും ചെയ്യണം. ഇനി നമുക്ക് ഈ ക്രീമിന് മധുരത്തിനായിട്ട് അല്പം പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പാലിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് പാത്രത്തിലൊന്നും അടിയിൽ പിടിക്കാതെ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഏകദേശം തിക്കായി വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ക്രീമി സ്ട്രക്ചറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ക്രീമി സ്ട്രക്ചറിലായി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്താറി കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് ക്രീം നമുക്ക് കിട്ടും. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഗുലാബ് ജാമുനിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് ഞാൻ ഷുഗർ സിറപ്പിൽ നിന്ന് ഗുലാബ് ജാമുന് പുറത്തേക്ക് എടുത്തു. ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വെച്ചത്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയെടുത്ത ക്രീം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയതായിട്ട് ഇങ്ങനെ കട്ടകളുണ്ട്. അതൊന്ന് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലുള്ള കട്ടകളെല്ലാം ഈ വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്മൂത്തായിട്ടുള്ളൊരു ക്രീമാക്കി എടുക്കാം. കണ്ടോ, കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ക്രീമിൻ്റെ കളർ മാറി കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ക്രീം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിൽ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ ഹോളായിട്ട് കട്ട് ചെയ്യരുത്, ചെറിയ ഹോളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ക്രീമിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം.